അങ്ങനെ നമ്മുടെ നവീൻ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് അവൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, നിൻ്റെ മനസ്സിലുള്ള പെൺകുട്ടി നന്ദു ആണെങ്കിൽ അത് ഒരിക്കലും നടക്കില്ല, ഞാൻ ഒരിക്കലും അതിന് സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും നമ്മുടെ നവീനാണെങ്കിൽ ദേഷ്യപ്പെട്ട് ഉള്ളിലേക്ക് പോകുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് എന്തായാലും നമ്മുടെ നന്ദു അനിയോട് പറയുന്നുണ്ട്, നിൻ്റെ അമ്മയും എൻ്റെ വീട്ടുകാരും അവരുടെ രണ്ടാളുടെയും മനസ്സ് മാറിയിട്ട് നമ്മുടെ വിവാഹത്തിന് സമ്മതിക്കുകയാണെങ്കിൽ പിന്നെ എനിക്ക് ഒരു എതിർപ്പുമില്ല. ഞാൻ എന്തായാലും നിന്നെ കല്യാണം കഴിക്കാൻ എനിക്ക് സമ്മതമാണ്. എൻ്റെ രണ്ട് ചേച്ചിമാർ അവിടെ ഉണ്ടെന്നൊന്നും ഞാൻ നോക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അല്ലാതെ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മുടെ അനി പറയുന്നുണ്ട്, ഞാൻ പിന്നെ എന്താ വേണ്ടത്, നീയും നവീനുമായുള്ള കല്യാണം നടന്നോട്ടെ വിചാരിച്ചിട്ട് ഞാൻ ഒഴിഞ്ഞു മാറി തരണം എന്നൊക്കെ പറയുന്നത്. എന്തായാലും നന്ദു പറഞ്ഞു, അതല്ല ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞിട്ട് എന്തായാലും രണ്ടാളും സംസാരിച്ചിട്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് എന്തായാലും നമ്മുടെ ആദർശൻ അതിനോട് പറയുന്നുണ്ട്, നന്ദു നവീനുമായിട്ടുള്ള കല്യാണം എത്രയും പെട്ടെന്ന് നമ്മൾ നടത്തി കൊടുക്കണം. ഇനി നന്ദുവിൻ്റെ മനസ്സിൽ എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ നീ പറഞ്ഞ് അവളെ മനസ്സിലാക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ നവീൻ കണ്ണാടിയുടെ മുന്നിൽ ഇങ്ങനെ നിന്നിട്ട് പറയുന്നുണ്ട്, അനിയെ ഒന്ന് പേടിപ്പിക്കണം. അവൻ എങ്ങനെ എന്നോട് അഭിനയിച്ച് കളിച്ച് അതേപോലെ ഞാൻ അവനോട് ഇനി തിരിച്ച് അഭിനയിച്ച് കളിക്കാൻ പോവാണ്. അവൻ എന്തായാലും ഞാൻ അവനൊന്ന് പേടിപ്പിക്കുമെന്ന് പറയുന്നത്. എന്തായാലും നമ്മുടെ നന്ദു ഇങ്ങനെ രാവിലെ നടക്കാൻ പോകുന്ന സമയത്ത് അവളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ട്. ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.